വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വെളിക്ക് ഇരുന്നു കാരാതിരുന്നു കാരാതിരുന്നു കാരാ വന്നാട്ടെ ഇരുന്നു കാരാതിരുന്നു കാരാതിരുന്നു കാരാ വന്നാട്ടെ. വിരുന്നുകാരെ എങ്ങനെ ഒഴിവാക്കാൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവള് വിരുന്നുകാരെ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചു വരുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിരുന്നുകാരെന്ന് പറഞ്ഞ ആര് ഈ പടിക്ക് വന്നാലും നമ്മൾ ഈ പുരയുടെ അകത്തോട്ട് കയറ്റൂല. അതെന്താ? പ്രായം അറിയാണ്ട് കണ്ട് തുള്ളല്ലേ, എന്താ കാര്യം എന്ന് പറയാ. നിങ്ങൾക്ക് നമ്മളോട് പെരുത്ത സ്നേഹം ഉണ്ടായിട്ടല്ലേ നിങ്ങൾ നമ്മുടെ ഫോട്ടോ പേഴ്സണാക്കി വെച്ചോണ്ട് നടക്കണേ? എടി, എന്തെങ്കിലും എളിഞ്ഞേരായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ആകെ ചുറ്റിത്തിരിഞ്ഞ് നട്ടം കറങ്ങി അലാക്കിന്റെ അവലും കഞ്ഞി പരുവത്തിൽ ഇരിക്കുന്ന സമയത്ത് നിന്റെ ഈ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുമ്പോ നമുക്ക് ഒരാശ്വാസം കിട്ടും. അതല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുമ്പോ ആണുങ്ങൾക്ക് ഭാര്യമാരുടെ ഫോട്ടോ നോക്കിയാൽ ഒരു ആശ്വാസം തന്നെയാ. അങ്ങനത്തെ ആശ്വാസം അല്ല മോളെ ഇത്. ഇതിലും വലിയ പ്രശ്നമല്ല അത് എന്നോർക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരാശ്വാസം. അതുകൊണ്ടല്ലേ പുള്ളേ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരുടെ ഫോട്ടം പേശിക്കൊണ്ട് നടക്കണത്. മനുഷ്യ, നിങ്ങൾ നമ്മളെ ഇടങ്ങിയൊക്കെ പറയണല്ലേ? ഇല്ല, നിങ്ങൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്. നിങ്ങൾ ഓർക്കണം, പിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ കൊടുത്തിരുന്ന സാരി നിങ്ങൾ ഓർക്കണം. പിന്നെ തീവണ്ടിക്ക് തലവെക്കാൻ പോകുമ്പോ വന്നത് KK എക്സ്പ്രസ് ആണോ, മദ്രാസ് മെയിൽ ആണോ, ജയന്തി ജനതയാണോ എന്നൊക്കെ ആരെങ്കിലും നോക്കുവാടി. വലിയ വർത്താനൊന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ടൂറിന് കൊണ്ടുപോയിട്ടുണ്ടോ? നിനക്കിപ്പോ ടൂറിന് പോകാഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്നെ നിന്റെ ബന്ധുക്കാർ ഓരോരുത്തർ വിരുന്നുകാരാന്നും പറഞ്ഞ് വന്നിരുന്ന് കുത്തിയിരുന്ന് നമ്മളെ മുടിപ്പിച്ചിട്ട് പോണല്ലേടി. എന്റെ ആങ്ങളുടെ മോൻ വരുമെന്ന് കമ്പി അടിച്ചായിരുന്നു. അവൻ ഈ പടി ചവിട്ടിട്ടുണ്ടെങ്കിൽ ആ കമ്പി എടുത്ത് അവന്റെ നിലക്കിട്ട് ഞാൻ അടി. വിരുന്നുകാരെ കൊണ്ട് വലിയ തൊഴിലായില്ല. അല്ലെങ്കിൽ എന്റെ ആരെങ്കിലും വരുമ്പോ നിങ്ങൾക്ക് ഭ്രാന്താ. എടി, ആ ഹിമാർ വന്ന് കേറി കഴിഞ്ഞാൽ ഭയങ്കര ചെലവാണ്. പണ്ടരടനായിട്ട് നാശപ്പെടുന്ന് പോവേയില്ല. പടച്ചോനെ, അവന്റെ കാര്യം പറഞ്ഞ് നാക്ക് വളച്ചു കൂട്ടി അവത്തേക്ക് ഇട്ടോളൂ. അപ്പോഴത്തേന് നീർക്കൊലി എത്തി. കുറച്ചു നേരം നിന്നിട്ട് കുരുത്തം കെട്ടോന്നേ, അല്ല തിരുന്ന് പാട്ടുവാൻ പരങ്ങി നിൽക്കാതെ തിരിച്ചു പൊക്കോണം. അവന് പോയിട്ട് വരാൻ കാര്യമുള്ളതാണ്. ഞാൻ പോകുന്നില്ല, എനിക്ക് ചായ കുടിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ. പെട്ടെന്ന് ചായ എടുത്തു, അവന് പെട്ടെന്ന് പോകാനുള്ളതാണ്. അങ്ങനെ പറയല്ലേ, പിന്നെ ഉച്ചക്ക് വെക്കുന്ന ചോറ് കൂടി തിന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു. പാത്തുമ്മ പെട്ടെന്ന് ചോറുണ്ടാക്കുക, അവന് ചോറുണ്ടിട്ട് പോയിട്ട് വരെ കാര്യമുണ്ടെന്ന് എന്ന് പറഞ്ഞ വൈകുന്നേരം ഉണ്ടാക്കുന്ന ബിരിയാണി പിന്നെ ആയിരിക്കും. എന്നാ പെട്ടെന്ന് പോയിന്നെ വെട്ടിട്ട് ബിരിയാണി ഉണ്ടായി കൊടുക്കും. പാത്തുമ്മ അവന് പോണോന്ന്. അല്ല, എനിക്കറിയാൻ പറ്റോ എന്നെ പറഞ്ഞു വിടാൻ മാമക്കൻ ഇത്ര ധൃതി. എടാ, നിന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല്ല, അത് തന്നെ. എന്ത് ചെയ്തു പറയണേ? നിനക്ക് അറിയാൻ പാടായിട്ടാണ്. എടാ, നീ അപ്പുറത്തെ വീട്ടിലെ റസിയോട് എന്തോ വേണ്ടാതിനെ പറഞ്ഞിട്ട് നീ അവിടെ മാപ്പ് പറയാൻ ചെന്നാർന്നാ? എടാ, മാപ്പ് പറയാൻ ചെന്ന ഒരാളെ എന്തിനാണ് പിന്നെ അവരെ കൂടിയിട്ട് തല്ലിയത്? അത് പിന്നെ ഒരു അക്ഷരത്തേക്ക് പറ്റിയതാ. എന്തിന്? കുട്ടി എന്നോട് മുറുക്കണമെന്ന് പറഞ്ഞത് കുട്ടി എന്റെ കൂടെ മുറുക്കണമെന്നായി പോയേറ്റോ മാമാ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ലെന്ന്. നീ കിട്ടുന്ന വണ്ടിക്ക് വിട്ടോ, നീ കയറിപ്പോടി വെച്ച്. അയ്യടാ, മാമ എനിക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞ കവാസാക്കി ബൈക്ക് ഇട്ടാണ്ട് ഞാൻ ഇവിടുന്ന് പോവൂല എന്റെ മാമ. പടച്ചോനെ, അടുത്ത ചിലവ്. നിനക്ക് എന്തിനാടാ ഇപ്പൊ കവാസാക്കി ബൈക്ക്? എടാ, നിനക്ക് പടച്ചോൻ എന്തിനാടാ രണ്ട് കാല് വന്നേക്കണത്? ഒരു കാല് ബ്രേക്ക് ചവിട്ടാനും ഒരു കാല് ഗിയർ മാറാൻ. ഈ ബൈക്കിന്റെ കാര്യം ഇവിടെ മുണ്ടിപ്പോകരുത്. എടാ, രസാക്ക് ഒരു കവാസാക്കി എടുത്തിട്ടുണ്ടായ പുകിൽ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാമോടാ?
കവാസാക്കി ഒരമ്പോക്കി ഹലാക്കാക്കി തരം നോക്കി തവൻ നോക്കി ഉറക്കാക്കി നവചാട്ടാക്കി വെളിവില്ല സ്പീഡാക്കി കിടക്കണതായ രണ്ടാക്കി ഹലാക്കാക്കി മെഡക്കാക്കി പ്രസാദിന്റെ കവാസാക്കി. അതൊക്കെ പോട്ടെ, നമ്മൾ വന്നപ്പോ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. എന്താണ് എന്റെ കരണത്തൊരു നീര്? അതൊരു ഉമ്മ തന്നതാ. ഒരു ഉമ്മ തന്ന അങ്ങനെ നീര് വരുവാടാ? ആ ഉമ്മ അല്ല, പിന്നെ അപ്പുറത്തെ ഐഷയുടെ ഉമ്മ എന്റെ കർണത്തിട്ടൊന്ന് തന്നതാ. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല. നീ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോയിക്കൊള്ളാം. പോയിക്കൊള്ളാം. ഞാൻ പോവൂല. നീ പോവില്ലടാ? എന്റെ മാമൻ എന്നെ തല്ലി കൊന്നാലും ഞാൻ പോകും. അപ്പൊ നീ പോവില്ല അല്ലേ? ഇല്ല, പോവൂല. എങ്കിൽ ഞാനും ഒരെണ്ണം തരും. എന്ത്? ഉമ്മ. എന്റെ ഉമ്മ. അടച്ചോനെ, എന്താണ് പാത്തുമ്മ? എന്ത് പറ്റി? അമ്മോ, ആകെ ഇടങ്ങേറായി. എന്താണ്? നമ്മുടെ മൂത്തുമ്മയും മൂത്താപ്പയും മൂത്തുമ്മയുടെ മോളും കെട്ടിയവരും എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നതാ. ഇപ്പൊ ഫോൺ വന്നു. ഓ ദേ പിന്നെ പണ്ട് വിരുന്നുകാരി. ഇതാകെ ഇടങ്ങേറാവൂല്ല. ഇനി ഈ ചെലവും കൂടി നമ്മൾ എങ്ങനെ താങ്ങൂടി പാത്തുമ്മ? ഇനി ഈ വീട്ടിൽ ഒരു സാധനം ഉണ്ടാവില്ല. ഒക്കെ അവച്ചകൾ തിന്നു തീർക്കും. ആ പാത്തുമ്മ, നമുക്കൊരു പണിയാടി. എന്താ മനുഷ്യനെ? നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നു. ഒന്നോ എപ്പോ? എടിപ്പാടെ, അതല്ലെന്ന്. നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിച്ചേ ഉള്ളു. ഈ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവർക്കത് പകരും എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പേടിപ്പിക്കണം. മനസ്സിലായ? മനസ്സിലായി. നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിച്ചേ ഉള്ളു. 4 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് പകരും എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് പേടിപ്പിച്ചേക്കണം. അപ്പൊ അവര് തിരിച്ചു പോക്കോളും. മനസ്സിലായ? മനസ്സിലായി. ഇങ്ങോട്ട് വരില്ലേ, ഇങ്ങോട്ട് വരില്ലാട്ടോ. ആരും കയറി വരില്ലേ? ശരിയാ, ശരി. ഇങ്ങോട്ട് പറഞ്ഞിട്ടാ. ചിക്കൻ ആയിരുന്നു, ചിക്കൻ. ഞങ്ങൾക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് ഇന്ന് കുളിക്കണ്ടുള്ളൂ. കുളിക്കണേന്റെ അന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പകരും. വേഗം പോയിക്കോളാൻ. വരല്ലേ, വരല്ലേ. പകരും, പകരും. അതെന്താ? വന്നിട്ട് ഉറച്ചോളാം.